friends, welcome to Mallu Broadcast. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ കാണാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്, കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പം എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇന്നൊരു കട്ട്ലറ്റ് വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത്. കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ, അതായത് മാങ്ങാപ്പെരക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, ഇനി മുതൽ അമ്മേനെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കുക, പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇടുക എന്നൊക്കെ. അപ്പം നമ്മളിന്ന് അമ്മേനെ കൂട്ടിയിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. അമ്മ പറഞ്ഞ ഇതെന്തെല്ലൊക്കെ സാധനങ്ങളുണ്ട്. ഇത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി വേവിച്ച് വെച്ചത്. സാധാരണ ക്യാരറ്റ് അതിന്റെ കൂടെ ഒന്ന് വഴറ്റുക, കാരണം ഉള്ളിയും ക്യാരറ്റ് എന്താ പറയാ കാബേജിന്റെ ഒക്കെ കൂടെ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ ഉരുളക്കിഴങ്ങിന്റെ കൂടെ തന്നെ ആ ക്യാരറ്റും വേവിച്ചു. ക്യാരറ്റിന് അതിന്റെ കൂടെ ആകുമ്പോൾ അത്ര വേവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പണി ചെയ്യുമല്ലോ, അപ്പൊ അതും കൂടെ ഒരുമിച്ച് വേവിച്ച് വെച്ചു, ഉരുളക്കിഴങ്ങും ക്യാരറ്റും. പിന്നെ നമ്മള് ഉള്ളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇത്രയും സാധനമാണ്. പിന്നെ ബീൻസ് ഇടുന്നവർ ബീൻസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ബീൻസ് ഇല്ല, അപ്പൊ അത് മാത്രമായിട്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ട്. ഞങ്ങള് ബ്രെഡ് ക്രംസ് അല്ല യൂസ് ചെയ്തത്, നമ്മള് റസ്ക് പൊടിച്ചതാണ്. റസ്ക് ഉണ്ട്. ഇനി റസ്ക് ഇല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം അല്ലെ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്. അപ്പൊ ചിക്കനാണ് ഇത്, വേവിച്ച് വെച്ചതാണ്. ഇനിയിപ്പം ഇതിന്റെ കൂടെ നമ്മളത് മിക്സ് ചെയ്യും. എന്നുവെച്ചാൽ ഫുൾ ഇങ്ങനെ ഇടൂലെ, പറിച്ചെടുക്കൂലെ, അങ്ങനെ. പിന്നെ ഇതിന്റെ യോക്കും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. യോക്ക് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ യോക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ പണിയിലേക്ക് കടന്നാലോ. നമ്മുടെ പൊടികൾ ഇതാണ്: ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, എന്താ പറയാ, പിന്നെ ഗരം മസാല ഉണ്ട്. പിന്നെ ഇതെന്താണ്, ഇത് ഗരം മസാല, ഇത് കുരുമുളക് പൊടി, മഞ്ഞള്, മുളക് പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ പൊടികള്. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടി എന്താ നോക്കിയാലോ. ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് നമ്മുടെ ഉള്ളിയും കാബേജും, ഉള്ളി കാബേജ് ഉണ്ടോ ദെൻ എന്താണ് കാര്യം, നമ്മുടെ സ്വന്തം ഉള്ളി അല്ലേ, അല്ലടാ, നമ്മളെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് വഴറ്റുക. നല്ലോണം വഴറ്റുക. നാരക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ. നീ കുട്ടിയല്ല, എനിക്കും 10 വയസ്സ് കഴിഞ്ഞു, 11 വയസ്സായില്ലേ, അതും കുട്ടിയല്ലേ. ഇത് നമ്മൾ നല്ലോണം വഴറ്റുക, ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇതിങ്ങനെ ഇടുമ്പം ഇട്ടെന്താ വെച്ചാല് ഈ കട്ട്ലറ്റ് നമ്മൾ തിന്നുമ്പം ഈ വെളുത്തുള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമല്ലേ. എന്റെ ജീവനാണ് ഈ വെളുത്തുള്ളി, എന്റെ ജീവനാണ്. അപ്പൊ ഇതിങ്ങനെ വഴറ്റുക. അതിനുശേഷം നമ്മുടെ സ്വന്തം കുറച്ച് നേരമായി. ഇനി അതിനുശേഷം നമ്മള് ഉള്ളി ഇടുക. ഉള്ളി ഇടണം. അതിന്റെ കൂടെ ക്യാരറ്റൊക്കെ കാബേജ് ഒക്കെ കൂടുന്നുണ്ടേ. ഞങ്ങള് ഇവിടെയുള്ള ഈ പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ ഇതില് വേറെ എന്താ ഇടുക, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്നാള് നമ്മളിങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കിയപ്പോ കോളിഫ്ലവർ ചേർത്തിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അന്ന് ചിക്കൻ ഉണ്ടായിട്ടില്ല, കോളിഫ്ലവർ, ബീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ ഉണ്ടാവുമ്പോ വേറെ ഒന്നും വരില്ലല്ലോ. നന്നായിട്ട് വഴറ്റുക. എന്നതിന് ശേഷം നമ്മുടെ കാബേജ് നമുക്ക് അങ്ങോട്ട് ഇടാം. അതും നല്ലോണം വഴറ്റുക. ഇനി ഇതൊക്കെ വഴറ്റിയിട്ട് ഒരു ബ്രൗണിഷ് കളർ വരണം. അങ്ങനെയൊന്നും വരണ്ട. പൊടികൾ ഇടണം. യെസ്, ഇനി നമുക്ക് പൊടികൾ ഇടണം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്കിത് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നതിന് ശേഷം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ഇത് നമ്മുടെ സ്വന്തം കുരുമുളക്. പിന്നെ എന്തിനാ ഓർഡറിൽ ഇട്ടേ, മനുഷ്യൻ പറഞ്ഞു അല്ലടി, ഇതെല്ലാം കാണാൻ ലുക്ക്. യെസ് യെസ് ഗൈസ്, കാണുന്നില്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, യെസ്. ഒരു മിനിറ്റ് തുടച്ചു കൊണ്ട് വെക്കാം.
കണ്ട മോനെ പൊടി പൊടി സാധനം പൊടിയാട്ടോ. ഇത് എന്ത് ഓഫാക്കണമേ? ഇതിലേക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായ മല്ലിച്ചപ്പും ഇവിടെ ഉണ്ടായ കരിവേപ്പിലയാണ്. അപ്പം എന്താ പറയാ, കഷ്ടപ്പെട്ട അമ്മ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. നല്ല പൊടി കേട്ടോ. ഇങ്ങനെ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഓഫാക്കണോ അമ്മ? വേണ്ട. ഇനി ഇതിലേക്കാണ് നമ്മൾ എന്തിടുക? ഉള്ളിയും മറ്റല്ല. ഓക്കെ ഓക്കെ, വേവിച്ച ഇനി എന്റെ കൈപുണ്യം വേവിച്ച് വെച്ച സാധനങ്ങൾ. ഈ എന്താ പേരിന്റെ എന്തായിരുന്നു? ഉരുളക്കിഴങ്ങും ചേർക്കും. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഗൈസ്, നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ഇന്ന് 30 സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിട്ടുണ്ട്. ഇനിയും നിങ്ങളോട് സഹകരണങ്ങൾ ഓക്കെ, ആ സാധനം പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ വ്യൂസ് കുറവും വ്യൂസ് കൂടുതലും സബ്സ്ക്രൈബ്. നമ്മള് ചിക്കൻ, ഈ എടുത്തു വെച്ച ചിക്കൻ ഇല്ലേ, ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതിലോട്ട് ചിക്കിടുക. അതെ, ചിക്കി ഇങ്ങനെ ഇടുക. യെസ്, ചിക്കിടലാണ് ഗൈസ്, ചിക്കിടൽ. അപ്പം ഇത് മുഴുവൻ ചിക്കിയിട്ടിട്ട് കാണാം. ഇത് ഇങ്ങനെയായിട്ടായിരിക്കും നമ്മള് നന്നായിട്ട് മുക്കി ഇങ്ങനെയാവും. ഈ ഒരു പരുവത്തിലാവുമ്പോ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വെച്ചിട്ട് ബാക്കി കാണിക്കാം. അപ്പം നമുക്ക് നേരെ ആ ഒരു പ്രോസസ്സിലേക്ക് പോയാലോ. ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെക്കണ്ട. ഓക്കെ, നമുക്കത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനം അതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഒരു എണ്ണ അതിന് ശേഷം കുറച്ചൊന്ന് കത്തിയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിടുമ്പോൾ എല്ലാം അതിന്റെ മുകളിലുള്ള എല്ലാ സംഭവങ്ങളും എണ്ണയിലേക്കാവും. ഓക്കെ, ഇനി നമുക്കിതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് കാണാം. ഇത് എത്ര സെക്കൻഡ് എടുക്കേണ്ടി വരും അമ്മ ഇങ്ങനെ ഒരു ഭാഗം വേവാൻ? നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ എല്ലാം വെന്തതാണല്ലോ. അപ്പൊ ഇതിലിപ്പോ ഇനി ഉള്ളത് എന്താ? മുട്ടേന്റെതും ആ ബ്രെഡ് ക്രംസിന്റെ ആ ഇത്തിരി. അപ്പൊ വേഗാവും. ഇപ്പൊ തന്നെ നമുക്ക് മെല്ലനെ നോക്കൂ, നമ്മള് അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് ഫുള്ള് ആക്കിയിട്ട് കാണാം. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കട്ട്ലറ്റ്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കലാണ്. അപ്പൊ നമുക്ക് നേരെ ടേസ്റ്റ് നോക്കലേക്ക് പോയാലോ. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് ആണ് ഗൈസ്. നമുക്കപ്പം ഇനി ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. യെസ് യെസ്, ഇവിടെ നിന്ന് എടുക്കാം. എന്റെ പൊന്നു, ഞാൻ പറയണ്ടേ, അത്രക്ക് ടേസ്റ്റ് ആണ്, അത്രക്കും പൊളി സാധനം. മാസം എന്ന് വെച്ചാൽ മരണമാസാണ്. എനിക്ക് അത്ര ഇഷ്ടമായി ചിക്കൻ കട്ട്ലറ്റ്. അമ്മ പൊളിയാട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോ ടേസ്റ്റ് ആയിട്ട് കാണാം. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം